നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. 2022 ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടി മാൽദീവ്സിലേക്ക് നടത്തിയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ സീരീസിലുള്ളത്. ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഇയർലി ക്ലോസിംഗ് ആണ് മാർച്ചിലെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ സെയിൽസും ബിസിനസ്സും എല്ലാമായിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു മാർച്ച് അവസാനത്തെ ആഴ്ചയാണ് ഞങ്ങൾ മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. യാത്ര എന്ന് കേട്ടപ്പോൾ തന്നെ ഓഫീസിലെ മറ്റു 3 പേരും കൂടി എൻ്റെ ഒപ്പം കൂടി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാൽദീവ്സിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാലി സിറ്റിയിലേക്ക് ഇൻഡിഗോയ്ക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റാണ് ഞങ്ങളും ബുക്ക് ചെയ്തത്. ഈ ഫ്ലൈറ്റ് ഉച്ച സമയത്ത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇമിഗ്രേഷനിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിലും കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ചുനേരം ഞങ്ങൾ ലോഞ്ചിൽ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ഞങ്ങൾ 4 പേരും കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാൽദീവ്സിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. കൊച്ചിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ താഴെയാണ് മാൽദീവ്സ് എയർപോർട്ടിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ടൈം വന്നത്. മാൽദീവ്സ് ഒരു ഐലൻഡ് രാജ്യമായതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലൈറ്റ് പറക്കണതെല്ലാം കടലിന് മേലിൽ കൂടെ തന്നെ ആയിരിക്കും. ഈ ഫ്ലൈറ്റിൽ മലയാളികളെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുറേയധികം യാത്രക്കാരുമുണ്ട്. കൊച്ചി മാൽദീവ്സിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡിഗോ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് വഴി ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഒറ്റ ഫ്ലൈറ്റാണ് മാൽദീവ്സിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണത്. അധികം വൈകാതെ തന്നെ കടലിൽ ടർക്കോയിസ് കളർ വെള്ളം കണ്ടു തുടങ്ങി. നീലയും പച്ചയും കൂടി കലർന്നൊരു കളറാണ് ഈ ടർക്കോയിസ്. താഴെ കാണുന്നത് പലതും പ്രൈവറ്റ് റിസോർട്ട്സാണ്. പലപ്പോഴും മാൽദീവ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പടങ്ങളുടെ അതേ കാഴ്ചയാണ് ഇപ്പോൾ കണ്ണിന് മുമ്പിലുള്ളത്. ഈ റിസോർട്ടുകളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴി ബോട്ടുകളും അതുപോലെ തന്നെ സീ പ്ലെയിനുകളും മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ബസ്സും ട്രെയിനും കാറുകളും എല്ലാം പോലെ തന്നെ മാൽദീവ്സിലെ പ്രധാന യാത്രാമാർഗം ബോട്ടുകളാണ്.
ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി താന്നു തുടങ്ങിയപ്പോൾ തന്നെ അറ്റത്ത് മാലി സിറ്റിയും കണ്ടു തുടങ്ങി. അത്യാവശ്യം ഒരു മഴക്കൂളോടുകൂടിയായിരുന്നു ഞങ്ങളുടെ മാൽദീവ്സിൽ അറിയും. മാൽദീവ്സിലെ ഏറ്റവും പ്രധാന എയർപോർട്ടാണത്. വെലാന ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ആയിരത്തി 1966 ആരംഭിച്ച ഈ എയർപോർട്ടിൽ നിന്ന് സീസണൽ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെ ഏകദേശം 44 വിമാന കമ്പനികളാണ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാൽദീവ്സ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഒരു വിസ ഫ്രീ ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് 30 ദിവസത്തെ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി മാൽദീവ്സ് തന്നെ ഉണ്ട്. അതുകൂടാതെ ഇത് 90 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. രാജ്യങ്ങളുടെ വിസ നിയമങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്തുള്ള വിസ നിയമം എന്താണെന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. ഒരു ക്യാരി ബാഗ് മാത്രമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ലഗേജിനൊന്നും വെയിറ്റ് ചെയ്യാണ്ട് എനിക്ക് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. മറ്റുള്ളൊരു വന്ന സമയം കൊണ്ട് എയർപോർട്ടിൻ്റെ ഏരിയ ഒന്ന് കറങ്ങാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് മിക്കവാറും വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ്. എയർപോർട്ടിന് പുറത്ത് തന്നെ കുറേയധികം കിയോസ്കുകളുണ്ട്. ഹോട്ടലുകളുടെയും സീപ്ലെയിൻ്റെയും ബോട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെയും എല്ലാ കിയോസ്കുകളുണ്ട് ഈ കൂട്ടത്തിൽ. എയർപോർട്ടിൽ അറൈവൽ ഏരിയയിൽ നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് ബോട്ട് ജെട്ടിയിലേക്കാണ്. ചുരുക്കം പറഞ്ഞാൽ മിക്ക ടൂറിസ്റ്റുകളുടെയും മാൽദീവ്സ് യാത്ര തുടങ്ങുന്നത് ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. എയർപോർട്ടിൽ തന്നെ ഗസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ കുറച്ച് ബോട്ടുകളും വെയിറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ പലതും പ്രൈവറ്റ് റിസോർട്ടുകളുടെ ഓണർഷിപ്പിനുള്ള ബോട്ടുകളാണ്. അധികം കറങ്ങാണ്ട് തന്നെ ഈ ബോട്ട് ഓപ്പറേറ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കണ്ടു. മറ്റു കുറച്ച് ടൂറിസ്റ്റുകളും റെപ്രസെൻറ്റേറ്റീവും കൂടി ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തേക്ക് കടന്നു.
മിക്കവാറും ടൂറിസ്റ്റുകൾ മാൽദീവ്സിലെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കൂടി അവൈൽ ചെയ്യും. മിക്കവാറും ഇതൊരു പാക്കേജായിട്ടാണ് റിസോർട്ട്സും ഹോട്ടൽസും കൊടുക്കാറ്. ബോട്ട് ചട്ടിയിലേക്ക് കടലിൽ തിരയടിക്കാണ്ടിരിക്കാനായിട്ട് ബോട്ട് ചട്ടി നന്നായി കരിങ്കല്ല് കൊണ്ട് കെട്ടി തിരിച്ചിട്ടുമുണ്ട്. മാൽദീവ്സിലെ മിക്ക ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടാവും. പലപ്പോഴും ആ ബോട്ടുകളായിരിക്കും ഗസ്റ്റുകളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് വന്നത്. മാഫുഷി എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഐക്കോം എന്ന പേരുള്ള ഒരു ബോട്ട് ഓപ്പറേറ്ററുടെ അടുത്താണ് ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബോട്ട് ഓപ്പറേറ്ററാണിത്. ഞങ്ങളുടെ ബോട്ട് ബുക്കിംഗ് 5 മണിക്കാണെങ്കിലും 3 മണിയുടെ ഈ ട്രിപ്പിന് ആൾ കുറവായതുകൊണ്ട് ഞങ്ങളെയും കൂടി കയറ്റാമെന്ന് അവർ ഏറ്റു. ബോട്ടിൻ്റെ മുൻഭാഗത്തുള്ള ക്യാബിനിൽ ലഗേജ് എല്ലാം വെച്ച് ഞങ്ങൾ ബോട്ടിൻ്റെ അകത്തേക്ക് കയറി. മഴ അത്യാവശ്യം പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ബോട്ട് യാത്ര തുടങ്ങുന്നത്. ബോട്ടിൻ്റെ ആദ്യ സ്റ്റോപ്പ് മാലി സിറ്റിയാണ്. മാലി സിറ്റിയിൽ നിന്നുള്ള ആളുകളും കൂടി കയറിയതോടുകൂടി ബോട്ട് നേരെ മാഫുഷിയിലേക്കുള്ള യാത്ര തുടങ്ങി. ബോട്ട് ഉൾക്കടലിലേക്ക് കയറിയതോടെ ഫുൾ ത്രോട്ടിലേക്ക് എത്തി. മാൽദീവ്സ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 27-28 കിലോമീറ്റർ ഉണ്ട് മാഫുഷി ഐലൻഡിൽ. ഈ ബോട്ടിൽ ടൂറിസ്റ്റുകളെ കൂടാതെ ലോക്കൽ മാൽദീവിയൻ ക്രൗഡും കുറേയുണ്ട്. അധികം മറ്റു പല ഐലൻഡ്സും അതുപോലെ വാട്ടർ വില്ലാസും കാണാൻ തുടങ്ങി. മാൽദീവ്സിലെ വാട്ടർ വില്ലാസ് പലപ്പോഴും പ്രൈവറ്റ് ഐലൻഡ്സിൽ തന്നെ ആയിരിക്കും.
കുറച്ചു നേരത്തെ യാത്ര കഴിഞ്ഞതോടുകൂടി പല നിലകളുള്ള ബിൽഡിങ്ങുകൾ കാണാൻ പറ്റി. ഗൂഗിൾ മാപ്സിൽ നോക്കി മാഫുഷി ഐലൻഡ് അത് തന്നെയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ഐലൻഡിലുള്ള പുലിമുട്ടിലേക്ക് ഞങ്ങൾ എത്തിയതോടുകൂടി മാഫുഷി എന്നുള്ളൊരു നെയിം ബോർഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ബോട്ടിച്ചുട്ടിയിൽ കുറേ ആളുകൾ ഉന്തുവണ്ടിയും മറ്റു വണ്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബോട്ടിൽ വന്ന ഗസ്റ്റുകളെ റിസീവ് ചെയ്യാനായിട്ട് ഹോട്ടലിൽ നിന്ന് അയച്ച ജോലിക്കാരാണ് ഇവരെല്ലാവരും തന്നെ. ഈ ഐലൻഡിലെ എല്ലാ ഹോട്ടലുകളിലേക്കും ടൂറിസ്റ്റുകൾക്ക് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഐക്കോ മറീന സീ വ്യൂ എന്ന് പേരുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വന്ന ജോലിക്കാരൻ്റെ അടുത്ത് ലഗേജ് എല്ലാം കൊടുത്തതിന് ശേഷം പുള്ളിയുടെ ഒപ്പം ഞങ്ങളും ഹോട്ടലിലേക്ക് നടന്നു.